സംസ്ഥാനത്ത് CBSE പരീക്ഷയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക്, അതായത് മലയോര ജില്ല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയ്ക്ക് ആഹ്ലാദിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ അധ്യാപകരുണ്ട്, മാനേജറുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സ്കൂൾ ഏതാണെന്നെല്ലാം നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. അച്ഛാ, ഏതാണ് സ്കൂൾ? ഇത് അടൂരാണ് സ്ഥലം. ഓൾ സെയിൻസ് പബ്ലിക് സ്കൂൾ അടൂർ. CBSE സ്കൂളാണ്. 12ാം ക്ലാസ് വരെയുണ്ട്. സീനിയർ സെക്കൻഡറി സ്കൂളാണ്. ഏതാണ്ട് 1500 കുട്ടികൾ ഇവിടെയുണ്ട്. 70ഓളം ടീച്ചേഴ്സ് ഉണ്ട്. 40ഓളം നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്കൂളാണ് ഈ സ്കൂള്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇതാണ്. ഞങ്ങളുടെ മിടുക്കിക്കുട്ടി, ഇവളുടെ പേര് ആഷിമ A എന്നാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാലും പോരാ, 500-ൽ 499 മാർക്കാണ് ഈ മിടുക്കി വാങ്ങിച്ചിരിക്കുന്നത്. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഇത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവൾ വിട്ടിട്ടില്ല. അവള് റീവാല്യൂഷന് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. അടുത്തൊരു സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും വരേണ്ടി വരും. 500-ൽ 500 വാങ്ങിച്ച മോള് പഠിക്കുന്ന സ്കൂൾ എന്ന രീതിയിൽ ഒരുപക്ഷെ ഒന്നുകൂടെ പിന്നീട് വരേണ്ടി വരും. ഇതുപോലെ സാർ നേരത്തെ പറഞ്ഞ പത്തനംതിട്ട ജില്ല എന്നുള്ള രീതിയിലല്ല, ഇത് CBSE ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയിലാണ് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ഇത് നഷ്ടപ്പെട്ടത്. ഞാൻ എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളെ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടൗണ് ഒക്കെ ഉള്ളിടത്താണ്. കാരണം മറ്റു സ്കൂളുകളിലൊക്കെ വിദ്യാഭ്യാസം മോശം എന്നുള്ളതല്ല, അക്കാഡമിക്കായിട്ട് ഒത്തിരി അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ കാണും. ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനെ ഇതിനെ ഇത്രയൊക്കെ പ്രാപ്തിച്ചെടുത്ത് ഒരുപാട് അധ്യാപകരുടെ ഒക്കെ കഴിവുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ്? ഒരുപക്ഷെ റൂറൽ അർബൻ എന്ന് പറയുന്നതിനേക്കാൾ ഇത് ഞങ്ങൾ മോളുടെ ഒരു കഴിവിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവള് ഒരു ദിവസം പോലും ട്യൂഷന് പോയിട്ടില്ല, സ്വന്തമായിട്ട് പഠിച്ചതാണല്ല. അത് അധ്യാപകര് വേണ്ട രീതിയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി, കൃത്യമായ പാഠങ്ങൾ കൃത്യമായ സമയത്ത്. ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്, സെക്ഷൻ എക്സാം. മോളത് പറഞ്ഞു, സെക്ഷൻ എക്സാം. ഒരു സെക്ഷൻ കഴിയുമ്പോൾ CBSE പാറ്റേണിൽ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതേപടി ഇടും. ഇപ്പൊ മോള് തന്നെ ടെസ്റ്റിഫൈ ചെയ്യുന്നത്, അന്ന് ഇവിടെ പരീക്ഷയിട്ട ക്വസ്റ്റ്യൻസ് ആണ് ഏതാണ്ട് ഒരു 90% പിന്നീട് വന്നത്. അതുകൊണ്ട് അവൾക്ക് അത് വീണ്ടും പരീക്ഷ എഴുതുന്നതിനും പഠിക്കുന്നതിനും, അപ്പോൾ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട. എന്താണ്, ആദ്യത്തെ വാക്ക് മുതൽ അവസാനത്തെ വാക്ക് വരെ ആ സെക്ഷനിൽ എല്ലാ വിഷയത്തിന്റെയും പഠിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ പരീക്ഷയുടെ തലേദിവസം ചുമ്മാ ഒന്ന് പേജ് മറിച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ബോധം വരും. മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. 2020 NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 21-ൽ തന്നെ ഞങ്ങൾ ഇതോടെ ഇവിടെ ആരംഭിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ റോട്ട് ലേണിംഗ്, കാണാതെ പഠിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. അത് LKG മുതൽ ഒരു കുഞ്ഞും കാണാതെ പഠിക്കുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ആപ്ലിക്കേഷൻ ലെവലിലാണ്. CBSE പറയാം, അല്ലെങ്കിൽ NEP പറയുന്നത് പോലെ ഔട്ട്കം ബേസ്ഡ് ആണ്. മോളോട് ചോദിച്ചാൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ വിജയം ആർക്കൊക്കെയാണ് മോള് ഡെഡിക്കേഷൻ ചെയ്യുന്നത്? എല്ലാം എന്റെ ഇപ്പൊ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാരും ഇതിന് പങ്കുണ്ട്. ഇപ്പൊ എന്റെ മാത്രം ഒരു എഫേർട്ട് കൊണ്ട് ഒരിക്കലും കിട്ടില്ല. ഇപ്പം പല രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എല്ലാരും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾക്കെന്നല്ല, ഇത് എല്ലാവരുടെയും കൂടെ എഫേർട്ടിന്റെ ബലമായിട്ട് കിട്ടിയതാണ്. മോള് മറ്റു കുഞ്ഞുങ്ങൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവള് സ്വന്തമായിട്ട് പഠിച്ചിട്ട് അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഞങ്ങൾക്കൊരു പിയർ ഗ്രൂപ്പ് ടീച്ചിങ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അറിയാവുന്ന കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളെ സഹായിക്കുക. അപ്പൊ മോൾ അതിനകത്തിൽ വലിയൊരു എക്സ്പേർട്ടാണ്. ടീച്ചേഴ്സ് എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്റർവെൽ ടൈം, നോൺ ഇന്റർവെൽ ടൈം, ഈ പിയർ ഗ്രൂപ്പ് ടീച്ചിങ്ങിനുള്ള PGT എന്ന് പറയും, പിയർ ഗ്രൂപ്പ് ടീച്ചിങ്. മാത്രമല്ല, ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, DGP എന്ന് പറയും, ഡിസൈബിൾ ഗ്രൂപ്പ് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ പഠിച്ച കുഞ്ഞുങ്ങൾ പിന്നെ വന്ന് മറ്റു കുഞ്ഞുങ്ങൾ ക്ലാസ് എടുക്കും. PPT വെച്ച്, പവർ പോയിന്റ് പ്രസന്റേഷനും ഒക്കെ വെച്ച് മറ്റു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കും. ആ കാര്യങ്ങളിലെല്ലാം ആഷിമ വലിയൊരു മിടുക്കിയാണ്. ഈ കാര്യങ്ങളെല്ലാം അവള് നന്നായിട്ട് ചെയ്തിരുന്നു. ചോദിച്ചാൽ അവള് ബാക്കി കാര്യങ്ങൾ പറയും. ആഷിമേ, SLC പരീക്ഷ ഒരു 10-30 വർഷം മുമ്പ് 1ാം റാങ്ക് 2ാം റാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രത്തിലൊക്കെ ഇങ്ങനെ പടം വരുന്നുണ്ട്. ഇപ്പൊ അത് മാറി കുട്ടികളിലേക്കൊക്കെ അതിനൊക്കെ ഒത്തിരി തലത്തിലുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെല്ലാം മാറിയത്. പക്ഷെങ്കിൽ ആ തരത്തിലേക്ക് ഒരു പടം വരുന്ന, അല്ലെങ്കിൽ ആ ഒരു റാങ്കിന്റെ ഒരു ആഹ്ലാദത്തിലാണ് ഈ അധ്യാപകരും എല്ലാം നിൽക്കുന്നത്. അതിപ്പോ പണ്ട് തൊട്ടേ ചെറിയൊരു അച്ചീവ്മെന്റ് പോലും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതിന്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് ഇതും. പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ
ഇത്രയും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും. അപ്പൊ ആഷിമയുടെ ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ച മാനേജനുണ്ട്, ബാക്കി അധ്യാപകരുണ്ട്, അവരോടെല്ലാം നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. അതായത് ഈ ഒരു സ്കൂള് എന്താ ആഷിമയുടെ മാത്രമല്ല 109 കുഞ്ഞുങ്ങൾ ഇവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ ഏകദേശം 36ഓളം കുഞ്ഞുങ്ങൾ 90% അബവ് മാർക്ക് മേടിക്കുവാൻ തക്കവണ്ണം അവർ കഴിവ് തെളിയിച്ചു എന്ന് പറയുമ്പോൾ അത്രമാത്രം കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം. അതിൽ 18 കുഞ്ഞുങ്ങൾ 95% മേളിൽ, അതായത് 20 പേരോളം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ 4 കുഞ്ഞുങ്ങൾ 490 മേളിൽ മാർക്ക്, അതായത് 500-ൽ 490 മേളിൽ മാർക്ക് മേടിച്ചിട്ടുണ്ട് നമ്മുടെ 4 കുഞ്ഞുങ്ങൾ. അപ്പൊ അത് അത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മുടെ അധ്യാപകർക്ക്, പ്രിയപ്പെട്ട ഒലിക്കലച്ചൻ പ്രിൻസിപ്പൾ ആയിരുന്നുകൊണ്ട് അക്കാഡമിക്കിൽ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങളെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. അത് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. അതോടൊപ്പം ഇനി വരുന്ന കാലങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണമെന്നും, അതായത് സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള രീതിയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ നൽകണമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് നമ്മുടെ മാനേജ്മെന്റ് ഇവിടെ ആയിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പൊ അത് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ആഷിമയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ, അതോടൊപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ മാനേജ്മെന്റിന്റെ പേരിൽ അറിയിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ടീച്ചറെ, വർത്തമാന കാലഘട്ടത്തിലെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ വ്യത്യാസം വളരെയധികം കൂടി വരികയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയൊക്കെയുള്ള മുത്തുകളെയൊക്കെ ടീച്ചറൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ്? സാർ പറഞ്ഞ പോലെ തന്നെ അവൾ ഞങ്ങളുടെ ഒരു മുത്താണ്. ആഷിമയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ചിട്ടയായ പഠന രീതിയാണ്. അവൾക്ക് ഒരു കാര്യവും പെൻഡിങ്ങിൽ വെക്കാറില്ല. ഇനിയും പഠന കാര്യങ്ങളിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കുഞ്ഞാണ് ആഷിമ. പിന്നെ എക്സാം ടൈമിലൊക്കെ അവളുടെ ഡൗട്ട്സ് ആണെങ്കിലും ഒന്നും അവൾ പെൻഡിങ്ങിൽ വെക്കില്ല, അതാത് ദിവസം ക്ലിയർ ചെയ്യും. എക്സാംസ് ഒക്കെ എങ്ങനെ പ്രോപ്പറായ രീതിയിൽ പോകണം, അതിന്റെ ഒരു പ്രോപ്പർ ഗൈഡൻസ് തന്നെ പ്രിൻസിപ്പൽ അച്ഛൻ ഞങ്ങൾക്ക് തരാറുണ്ട്. ഓരോ എക്സാം കഴിയുമ്പോഴും അതിന്റെ മാർക്സ് ഇവാലുവേറ്റ് ചെയ്ത് ഇനി റെമഡിയൽ മെഷേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാനേജ്മെന്റ് നമ്മളതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ നിൽക്കുകയും ചെയ്യും ആഷിമ. അവൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപോട്ട് നിൽക്കുന്ന കുഞ്ഞാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കൂടെയുള്ള സഹപാഠികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അവൾക്ക് ഒരു മടിയുമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് ആഷിമ. ഈ സ്കൂളിന്റെ എല്ലാവിധ കാര്യങ്ങളിലും PTA ഒരു നിർണായകമായിട്ട് ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പ്രോ ആക്റ്റീവ് PT ഒക്കെ. എല്ലാ വർഷവും നമ്മുടെ ഓൾ സയൻസ് പബ്ലിക് സ്കൂള് വളരെ തിളക്കമാർന്ന വിജയമാണ് നേടിയിട്ടുള്ളത്. ഈ വർഷം കുറച്ചുകൂടി തിളക്കമാർന്ന രീതിയിൽ നമ്മുടെ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ ആത്മാർത്ഥമായ പങ്ക് തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെന്റിനും അതേപോലെ ടീച്ചേഴ്സിനും, കുട്ടികളുടെ ആത്മാർത്ഥമായ ചിട്ടയായ പഠന രീതിയും കൊണ്ടാണ് ഇത് കൈവരിക്കാനായിട്ട് സാധിച്ചത്. അതിലേറ്റവും സന്തോഷമാർന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഒരു കുഞ്ഞ്, എസ്പെഷ്യലി ഹാഷിമയ്ക്ക് 500-ൽ 499 മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഹാഷിമയെ പോലെ തന്നെ നല്ല വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും PTA ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതേപോലെ നല്ലൊരു ഭാവി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് ഒരു വാക്ക് പറയാം. അവിടെ നിൽക്കുന്നത് കൊണ്ടല്ല, ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സാണ്. ഇവിടെ രാവിലെ 7:30 വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. വൈകിട്ട് 4 മണി 4:30 കഴിഞ്ഞ് അവർ പോകുള്ളൂ. അപ്പോൾ രാവിലെ 7:30 വന്നാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പേർക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കും, അല്ലാതെ കോമൺ ആയിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടൈം ടേബിൾ ബേസ്ഡ് ടൈം ടേബിൾ ഉണ്ട്. അതിനേക്കാൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആഷിമ അത് പറഞ്ഞില്ലേ, ആഷിമയുടെ വിജയത്തിന് പോലും പിന്നിലുള്ളത് എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറയാനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും സാധിക്കും. ആഷിമയെ പോലുള്ള ഇനിയും ഭാവിയിലേക്കുള്ള താരങ്ങളെയൊക്കെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അടൂര് പന്നിവഴിയുള്ള ഓൾ സയൻസ് സ്കൂള്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതിഭ അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.